ഇതിലുള്ളത് പലതും പുറത്തുണ്ടാകാം, പക്ഷേ ഇതിലില്ലാത്തത് ഒന്നും പുറത്തുണ്ടാവില്ല. മഹാഭാരതത്തെക്കുറിച്ച് അതിൻ്റെ കർത്താവാണെന്ന് കരുതപ്പെടുന്ന വേദവ്യാസൻ ജനമേജയ രാജാവിനോട് പറഞ്ഞ വാചകമാണിത്. ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസ കാവ്യം, ഹോമറിൻ്റെ ഇലിയഡും ഒഡീസിയും ചേർത്ത് വെച്ചാലുള്ളതിൻ്റെ 10 ഇരട്ടി വലിപ്പം. ഇതിനോടൊപ്പം ഉള്ള പൗരാണികമായ ഹിന്ദു ഇതിഹാസത്തിൽ ആയ രാമായണത്തിനേക്കാൾ 4 ഇരട്ടി വലുത്. 1,00,000-ലേറെ ശ്ലോകങ്ങൾ, ആയിരക്കണക്കിന് കഥാപാത്രങ്ങൾ, 6000 പേജുകൾ. ഇങ്ങനെ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബൃഹത്തായ, ഏറ്റവും സമഗ്രമായ സാഹിത്യകൃതി ആണ് മഹാഭാരതം. അത് ചരിത്രമാണ്, വിശ്വാസമാണ്, ഇതിഹാസമാണ്, മൂല്യസംഹിതയാണ്, അങ്ങനെ പലതുമാണ്, പ്രത്യയശാസ്ത്രമാണ്. ഈ മഹാഭാരതം ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിന് പിമ്പ് എന്നുള്ള കാലഗണന ഇപ്പോൾ കാലഹരണപ്പെട്ട ഒന്നാണ്. ഇംഗ്ലീഷിൽ ബിഫോർ കോമൺ ഇറ എന്നാണ് ഈ രീതിയിൽ വിഭജിച്ചിരിക്കുന്ന കാലത്തെ. അങ്ങനെ നോക്കുമ്പോൾ ക്രിസ്തുവിന് മുമ്പ് എന്ന് പറഞ്ഞ രീതിയിൽ ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തുവിന് ശേഷം ഏതാണ്ട് 3, 4, 5-ാം നൂറ്റാണ്ട് വരെ നീളുന്ന നൂറ്റാണ്ടുകളെടുത്ത് രൂപപ്പെട്ടതാണ് മഹാഭാരതം. മഹാഭാരതത്തിനെ കുറിച്ച് ഒരുപാട് അതിൻ്റെ പരിഭാഷകൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഒക്കെ എണ്ണമറ്റ സംഖ്യയിൽ തന്നെയുണ്ട്. അത് ഇന്ത്യൻ ഭാഷകളിലുണ്ട്, വിദേശ ഭാഷകളിലുണ്ട്. ഇവയെല്ലാം വാസ്തവത്തിൽ പല രീതിയിൽ മഹാഭാരതത്തെ വ്യാഖ്യാനിക്കുകയും അത് എഴുതിയവർ, അതായത് അത് പരിഭാഷപ്പെടുത്തിയവർ, അത് വ്യാഖ്യാനിച്ചവർ അവരുടേതായ കാഴ്ചപ്പാടിൽ, അവരുടെ മൂല്യബോധമനുസരിച്ച്, അവരുടെ ലോകവീക്ഷണമനുസരിച്ച്, അവരുടെ സാമൂഹ്യ വീക്ഷണമനുസരിച്ച് ഒക്കെ വ്യത്യസ്ത രീതിയിൽ ആണ് അവ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ശ്രീ KC നാരായണൻ്റെ ഈ ഗംഭീരമായ പുസ്തകം മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് അദ്ദേഹം വിളിക്കുന്നത് തന്നെ ഇതിൻ്റെ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുന്ന ഒരു കൃതി ആണെന്നുള്ളത്. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE, ഈ നാടിന്റെ ധൈര്യം. ഈ കൃതിയെ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഏറെക്കാലം KC നാരായണൻ പറയുന്നത്, ഏറെക്കാലം തന്നെ ഇതൊരു ഭക്തികാവ്യം, അതായത് അതിൻ്റെ രൂപപ്പെട്ടതിന് ശേഷം ഒരു പുസ്തക രൂപത്തിലോ അല്ലെങ്കിൽ എഴുതിയ രൂപത്തിലോ ആദ്യം വാമൊഴിയായി സ്മൃതികളായിരുന്നത് പിന്നീട് വരമൊഴിയായിട്ടും ഒക്കെ ഭാഷയായിട്ടും മാറിയതിന് ശേഷം ഇത് പല രീതിയിൽ ഏറെക്കാലം ഇതൊരു ഭക്തികാവ്യമായിട്ട്, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭക്തി സ്ഫുരിക്കുന്ന, തുടിക്കുന്ന ഒരു കാവ്യമായിട്ട് മാറിയിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യ സമര കാലത്തോടെ, ദേശീയബോധത്തിൻ്റെ കാലഘട്ടത്തോടെ ഇന്ത്യയിലെങ്കിലും അത് മറ്റൊരു സ്വഭാവം ആർജിക്കാൻ ആരംഭിച്ചു. പല ഭാഷകളിൽ, പല പരിഭാഷകളിൽ ഇത് സാമൂഹ്യ ചരിത്രവുമായിട്ട്, രാഷ്ട്രീയ ചരിത്രവുമായി, പ്രത്യയശാസ്ത്രപരമായും ഒക്കെ ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കാനും പുനർവ്യാഖ്യാനിക്കാനും ഒക്കെ ആരംഭിച്ചു. മലയാളത്തിൽ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ പരിഭാഷ മുതലാണത് ആരംഭിച്ചത് എന്നാണ് KC നാരായണൻ പറയുന്നത്. അതിനെ തുടർന്ന് കുന്നത്ത് ജനാർദ്ദന മേനോൻ തുടങ്ങിയവർ അത് പല രീതിയിൽ അത് പരിഭാഷപ്പെടുത്തി, അത് പുതിയ രീതിയിൽ വ്യാഖ്യാനപ്പെട്ടു. അതൊരു ഭക്തികാവ്യത്തിനപ്പുറത്തുള്ള ഒരു കൃതിയായി മാറി, ഒരു സാമൂഹ്യ കൃതിയായി മാറി. പിന്നീട് ആധുനിക കാലത്ത് അതിൻ്റെ പലതരം വ്യാഖ്യാനങ്ങൾ വന്നു. അതിലേറ്റവും പ്രധാനം നമ്മൾ ഈ ചർച്ചയിൽ, ഈ പരമ്പരയിൽ തന്നെ പലതവണ പരാമർശിച്ച കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. അത് മഹാഭാരതത്തെ പൂർണ്ണമായിട്ടും ഒരു സാമൂഹ്യ രാഷ്ട്രീയ ഭൂമികയിൽ അടയാളപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് വിഭജനത്തിൻ്റെ കാലഘട്ടത്തിൽ കുറിച്ചൊക്കെ പരാമർശമുള്ളതാണ്. പിന്നീട് PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെയുണ്ട്, ഭീമൻ്റെ കാഴ്ചപ്പാടിലൂടെ MT വാസുദേവൻ നായർ അവതരിപ്പിച്ച രണ്ടാമൂഴമുണ്ട്. മഹാഭാരതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അതിനുശേഷം പലരിൽ നിന്നും തുടർന്നിട്ടുണ്ട്. KC നാരായണൻ തന്നെ ഈ പേരുകളെല്ലാം
അദ്ദേഹം പറയുന്നുണ്ട്. സമീപകാലത്ത് മറ്റൊരു മഹാഭാരത വിജ്ഞാനീയം എന്ന് തന്നെ വിളിക്കാവുന്നത് സുനിൽ ഇളയിടത്തിൻ്റെ മഹാഭാരത പഠനമാണ്. ആ പരമ്പരയിൽപ്പെട്ട ഒരു ഗംഭീരമായ ഒരു പുസ്തകമാണ് പ്രശസ്ത പത്രപ്രവർത്തകനും സാഹിത്യ നിരൂപകനും എഴുത്തുകാരനുമൊക്കെയായ KC നാരായണൻ്റെ മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ. ഈ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകങ്ങളിൽ മുമ്പിൽ നിൽക്കുന്ന ഒന്നാണ് മഹാഭാരതം. പലതരത്തിലുള്ള പുരസ്കാരങ്ങൾ ഇതിന് ലഭിച്ചു കഴിഞ്ഞു. ഈ പുസ്തകം വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞ പോലെ മഹാഭാരതത്തിൻ്റെ ഒരു അപനിർമ്മാണമെന്നോ അല്ലെങ്കിൽ ഒരു പുനരാഖ്യാനമെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒന്നാണ്. പക്ഷേ മഹാഭാരതത്തെക്കുറിച്ചുള്ള തന്നെ ഒരു പഠനമാണിത്. മഹാഭാരതത്തിൻ്റെ ചരിത്രം, മഹാഭാരതത്തിലെ സാമൂഹ്യ കാഴ്ചപ്പാട്, അതിൻ്റെ ലിംഗപരമായ കാഴ്ചപ്പാട്, ജാതി ചിന്ത സംബന്ധിച്ച് മഹാഭാരതത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ചില സ്വഭാവങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളത്, മനഃശാസ്ത്രപരമായിട്ടുള്ള, ഇങ്ങനെ മഹാഭാരതത്തെ പല കോണുകളിലൂടെ മഹാഭാരതം ഒരു സാഹിത്യ ഗ്രന്ഥമായിട്ട്, ചരിത്ര ഗ്രന്ഥമായിട്ട്, പ്രത്യയശാസ്ത്രകൃതിയായിട്ട്, മനഃശാസ്ത്രകൃതിയായി ഒക്കെയാണ് KC നാരായണൻ ഇതിനകം വന്നിരിക്കുന്ന പല വളരെ ആധികാരികമായ പല പഠനങ്ങളുടെയും ഇന്ത്യയിലും പുറത്തും വന്നിരിക്കുന്ന പഠനങ്ങളുടെയൊക്കെ സഹായത്തോടെ മഹാഭാരതം നമ്മുടെ കാലത്ത് ഈ നേരത്തെ പറഞ്ഞ പരമ്പരയിലെ ഏറ്റവും സുപ്രധാനമായ പുസ്തകമാകുന്നത്. മഹാഭാരതത്തിൻ്റെ പ്രത്യേകത പല ക്ലാസിക്കുകളുടെ സ്വഭാവം അതിലുള്ള കാലാതിവർത്തിയായ ദേശാതിവർത്തിയായ ഘടകങ്ങളാണ്. അതിനോടൊപ്പം തന്നെ മഹാഭാരതത്തിൻ്റെ ഒരു സവിശേഷത നാരായൺ ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ മഹത്തായ വൈരുദ്ധ്യങ്ങളാണ്. അതായത് ഗ്ലോറിയസ് കോൺട്രഡിക്ഷൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഇതാണ്. ഇവിടെ ധർമ്മവും അധർമ്മവും, നീതിയും അനീതിയും, നീതിമാനും ദുഷ്ടനും, ധർമ്മപുത്രനും, അതോടൊപ്പം തന്നെ ഇതിലെ വില്ലനായി അവതരിപ്പിക്കപ്പെടുന്ന ദുര്യോധനൻ്റെയും ഇവരുടെയൊക്കെ ധർമാധർമ്മങ്ങളും ഇവരുടെയൊക്കെ സ്വഭാവ രീതികളെയും ഒക്കെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന, പല ഘട്ടങ്ങളിൽ വ്യാഖ്യാനിക്കുന്ന ഒന്നാണിത്. അതോടൊപ്പം ഇദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനം മഹാഭാരതത്തിൻ്റെ സവിശേഷത, അതിൻ്റെ ഒരു സാഹിത്യകൃതി എന്നുള്ള രീതിയിൽ അതിൻ്റെ ഗാംഭീര്യത്തിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് അതിൻ്റെ പ്രധാന പാഠത്തോടൊപ്പം അതൊരു വിപരീത പാഠത്തെയും കൂടെ ഉൽപ്പാദിപ്പിക്കുന്നു, ഉൾച്ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ എല്ലാം പാണ്ഡവപക്ഷം എന്നുള്ള രീതിയിൽ ആരംഭിച്ച് ക്രമേണ പാണ്ഡവപക്ഷത്തെ വിമർശന വിധേയമാക്കുന്നു. നീതിമാനും വലിയ വലിയ ധർമാധികാരിയുമായി കാണുന്ന ധർമ്മപുത്രരെയും ശ്രീകൃഷ്ണനെയും അർജുനനെയൊക്കെ എല്ലാ സദ്ഗുണസമ്പന്നനായും സർവൈശ്വര്യങ്ങളും വീരശൂരപരാക്രമിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഭാഗത്തോടെ ചേർന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അവർ പുലർത്തുന്ന അവർ എന്തൊക്കെ അധർമ്മങ്ങളിലൂടെയാണ് അവർ സഞ്ചരിച്ചത്, എന്തൊക്കെ തെറ്റുകളിലൂടെയാണ് അവർ സഞ്ചരിച്ചത് എന്നുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു പഠനമാണ്. ഇത് പല പഠനങ്ങളെയും ആശ്രയിച്ച് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ മഹാഭാരതം ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ തുടങ്ങുന്നത് പൂർണ്ണമായിട്ടും പാണ്ഡവപക്ഷത്താണെങ്കിൽ അവസാനം അതാണ് ഇതിന് ജയം എന്ന് വിളിക്കുന്നത്. മഹാഭാരതത്തിൻ്റെ മറ്റൊരു പേര് തന്നെ ജയിച്ചവരുടെ കഥയാണ്, അല്ലെങ്കിൽ യുദ്ധജയത്തിൻ്റെ കഥയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ പല ചർച്ചകളിൽ ഇതുപോലെയുള്ള ഈ പരമ്പരയിലെ ചർച്ചകൾ പറഞ്ഞ പോലെ ഇത് ജയത്തിൻ്റെ വ്യർത്ഥതയുടെയും കൂടെ കഥയാണ്, ഹിംസയുടെ വ്യർത്ഥതയുടെയും കഥയാണ്, യുദ്ധത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ദുരിതങ്ങളുടെയും കൂടെ കഥയാണ്. ഒരിടത്ത് യുദ്ധത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന, മഹത്വവൽക്കരിക്കുന്ന, യുദ്ധത്തെ അതിഗംഭീരമായി വർണ്ണിക്കുന്നതാണ് ഇതിലെ ഏറ്റവും ദീർഘമായ ഖണ്ഡങ്ങളെങ്കിൽ യുദ്ധം അല്ലെങ്കിൽ ഇതിൻ്റെ വിജയം, രാഷ്ട്രീയ വിജയം, അധികാരത്തിൻ്റെ നേട്ടം, ഇതെല്ലാം വാസ്തവത്തിൽ എത്ര വ്യർത്ഥമാണെന്നുള്ളത് പാണ്ഡവരുടെ പാപബോധം, അവസാനം വിജയത്തിന് ശേഷം അവർ പാപബോധത്താൽ വേട്ടയാടുന്നു, കുറ്റബോധത്താൽ വേട്ടയാടുന്നു, ദുഃഖത്തിലും ശോകത്തിലും മുഴുകുന്നു. അങ്ങനെ കണ്ണീര് മാത്രം അവശേഷിപ്പിച്ച വിജയിയില്ലാത്ത പരാജിതരുടെ മാത്രം ഒരു കഥയായിട്ട് മഹാഭാരതമാണ് അങ്ങനെയാണ് അവസാനിക്കുന്നത്. ശ്രീകൃഷ്ണൻ മുതൽ ധർമ്മപുത്രർ വരെ ഈ പാപബോധത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഒക്കെ പടുകുഴിയിൽ വീഴുന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം. അതിന് നാരായൺ വലിയ പ്രധാനപ്പെട്ട ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഇത് സംബന്ധിച്ചുള്ള വിദഗ്ധരെ ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. DD കൊസാംബി, റോമില താപ്പർ, RS ശർമ്മ, അല്ലെങ്കിൽ വിദേശ പണ്ഡിതരായ വെൻഡി ഡോണിഗർ, ആർതർ മക്ഡൊണാൾഡ്, ഇങ്ങനെയുള്ള ഇത് സംബന്ധിച്ച് മഹാഭാരതം സംബന്ധിച്ചുള്ള എല്ലാ പഠനങ്ങളെയും കുറിച്ച് ഇന്ത്യ മലയാളത്തിനപ്പുറത്താണെങ്കിൽ യുഗാന്ത പോലെയുള്ള ഇരാവതി കാർവേയുടെ പുസ്തകം, ഇങ്ങനെ പലതരത്തിലുള്ള യയാതി
കൊണ്ടുവരുന്നുണ്ട്. ഇത് കാഴ്ചപ്പാടുകളിലൂടെ കാണിക്കുന്നത് ഈ മഹാഭാരതം പല കാലങ്ങളായി രൂപപ്പെട്ട ഒരു പുസ്തകമാണ്. വേദവ്യാസൻ എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം പറയുന്നത് വ്യാസൻ ഒരു കഥാപാത്രം പോലും ആയിരിക്കില്ല, അത് കാലമാണ് ഇതിൻ്റെ യഥാർത്ഥ സൃഷ്ടാവ്. ഈ നൂറ്റാണ്ടുകളിലൂടെ കടന്നു പോകുന്ന, അതുകൊണ്ട് തന്നെയാണ് ഇതിലെ വൈരുദ്ധ്യങ്ങളുടെ ഒരു കാരണം ചരിത്രപരമായിട്ടുള്ള നിലപാടുകളുടെ തകിടം മറിച്ചൽ. അത് കാരണം ഇതിങ്ങനെ നൂറ്റാണ്ടുകളായി പല കാലങ്ങളിൽ പല രാഷ്ട്രീയ മൂല്യങ്ങളുടെയും കാലഘട്ടത്തിൽ മാറ്റി എഴുതപ്പെട്ടതും കൂട്ടിച്ചേർക്കപ്പെട്ടതുമായ ഒരു വിക്കിപീഡിയ പോലെയാണ്. അതായത് വെൻഡി ഡോണിഗർ പറയുന്നത് മഹാഭാരതം ഒരു വിക്കിപീഡിയ പോലെയാണ്, പലർക്കും കൂട്ടിച്ചേർക്കാവുന്ന ഒരു വലിയ സമഗ്രകൃതി. അതിൽ പലരുടെയും വൈരുദ്ധ്യങ്ങളുണ്ടാവാം, നിലപാടുകൾ വൈവിധ്യമുണ്ടാകാം, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള തർക്കങ്ങൾക്ക് വളരെ പരസ്പര വിരുദ്ധമായ കാഴ്ചപ്പാടുകളുണ്ടാകും. ഇതെല്ലാം ഉണ്ട്. അദ്ദേഹം പറയുന്ന മറ്റൊരു ഇതിൻ്റെ ഒരു ചരിത്രപരമായിട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വിവിധമായിട്ടുള്ളത് പല കാലങ്ങളിലൂടെയാണെന്ന് പറയുന്നതോട് ഒപ്പം തന്നെ പറയുന്നത് ഓരോ കാലഘട്ടത്തിൻ്റെയും മേൽക്കോയ്മ വഹിച്ച രാഷ്ട്രീയത്തിൻ്റെയും കൂടെ പ്രതിഫലനം ഈ മഹാഭാരതത്തിലുണ്ട്. ബ്രാഹ്മണ്യത്തിൻ്റെ വേദകാലത്തിന് ശേഷമുള്ള അതിന് തുടർന്നുള്ള ബ്രാഹ്മണ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉയർച്ചയുടെ കാലഘട്ടത്തിലാണ് തുടങ്ങിയതെങ്കിൽ പിന്നീട് ആ ബ്രാഹ്മണ്യത്തെ പരാജയപ്പെടുത്തി ബ്രാഹ്മണ്യത്തിൻ്റെയും ചാതുർവർണ്ണ്യത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ബുദ്ധ, ജൈന, ചർവാക വിഭാഗക്കാരുടെ, നാസ്തിക വിഭാഗക്കാരുടെ പ്രവേശനത്തോടെ ഈ മഹാഭാരതത്തിൽ വന്ന ഒരു ഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങൾ അതിൻ്റെ ഫലമാണ്. ആ ഒരു പുതിയ കാഴ്ചപ്പാട് മേധാവിത്വം വഹിക്കുന്നതോടെ അതോടുകൂടി അദ്ദേഹം പറയുന്നത് ഈ ധർമ്മപുത്രരും അർജുനനുമൊക്കെ വാസ്തവത്തിൽ ബുദ്ധ രാജാവായിരുന്ന ബുദ്ധമത വിശ്വാസിയായ രാജാവിൻ്റെയായ അശോകൻ്റെ വളരെ സാമ്യം വഹിക്കുന്നതിൻ്റെ കാരണം ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒരു മഹാഭാരതം രൂപപ്പെട്ടപ്പോൾ ഉൾക്കൊണ്ട ചില മൂല്യബോധത്തിൻ്റെ പ്രത്യേകതയാണ്. യുദ്ധത്തിൽ പൂർണ്ണമായും പശ്ചാത്താപ വിവശനായ, താൻ ചെയ്തു തീർത്ത യുദ്ധത്തിൽ പശ്ചാത്താപ വിവശനായി, ദുഃഖിതനായി, ശോകാർത്തനായി ആണ് അശോകൻ നമ്മുടെ ചരിത്രത്തിൽ. അത് ഏതാണ്ട് സമാനമാണ് ഇതിൽ ധർമ്മപുത്രരുടെ അവസ്ഥ. ധർമ്മപുത്ര എന്നുള്ള പേര് പോലും, ധർമ്മ എന്നുള്ളത് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട അതായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കും. ഇതൊക്കെ ഈ വെൻഡി ഡോണിഗർ പോലെയുള്ളവർ വളരെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനുശേഷം അവസാനം വീണ്ടും ബുദ്ധമതത്തെ പരാജയപ്പെടുത്തി ചാതുർവർണ്ണ്യത്തിൻ്റെയും ബ്രാഹ്മണ്യത്തിൻ്റെയും മേധാവിത്വം പുനഃസ്ഥാപിച്ച ഒരു കാലഘട്ടമാണ് വാസ്തവത്തിൽ പിന്നീട് ഈ പാണ്ഡവ വിജയത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വേദവ്യാസൻ പാണ്ഡവ പക്ഷപാതിയാണ്. അതോടൊപ്പം ഈ മഹാഭാരതത്തിൻ്റെ സ്ഥായിയായ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം ബ്രാഹ്മണ്യവും ചാതുർവർണ്ണ്യവും സ്ത്രീവിരുദ്ധതയും പിന്നോക്കജാതി വിരുദ്ധതയും ഒക്കെ ചേർന്ന ആ ബ്രാഹ്മണ്യത്തിൻ്റെ ശക്തിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് ഒരു വിപരീത പാഠം കൂടി മഹാഭാരതം മുന്നോട്ട് വയ്ക്കുന്നു. ഈ വൈരുദ്ധ്യങ്ങളാണ് ഇതൊരു മഹത്തായ കൃതിയാക്കുന്നതിൽ ഏറ്റവും വലിയ സംഭാവന വഹിച്ചത് എന്ന് നാരായണൻ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമ്മയുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് വന്നിട്ടോ? ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE, ഈ നാടിന്റെ ധൈര്യം. ഈ പുസ്തകം അതുകൊണ്ട് തന്നെയാണ് കാലങ്ങളോളം, എത്രയോ നൂറ്റാണ്ടിന് മുമ്പ്, ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ട്, ക്രിസ്തുവിന് പിന്നീട് 3-ാം നൂറ്റാണ്ട് മുതൽ ആണെങ്കിലും ഇത് എല്ലാ കാലത്തേക്കുമുള്ള കൃതിയായി, എല്ലാ കാലത്തും ഇത് പുനരാവിഷ്കരിക്കപ്പെടുകയും പുനർവ്യാഖ്യാനിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണെന്ന് നാരായണൻ കൃത്യമായി അത് ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. നാരായണൻ എഴുതുന്നു, അങ്ങനെ മഹാഭാരതത്തെ ഒന്നാകെ എടുത്താൽ ജയത്തിൻ്റെയും വർണ്ണധർമ്മ വിജയത്തിൻ്റെയും പ്രകൃതി നിയമജ്ഞാനത്തിൻ്റെയും ലോകവീക്ഷണം ഒരു വശത്തും നാശവും ക്ഷയവും ദുഃഖവും കുറ്റബോധവും ചേർന്ന ലോകവീക്ഷണം മറുവശത്തും നിൽക്കുന്ന ഒരു വലിയ അപനാമ ഘടനയാണ് ഈ ഇതിഹാസത്തിന് ഉള്ളത് എന്ന് കാണാം. ഈ അപനാമ ഘടനയുടെ സമാന്തരങ്ങളോ പോഷകങ്ങളോ ആണ് വിപരീത പാഠചേരുവയുടെ മറ്റ് ഘടനകൾ. ഈ ഘടനകളുടെ 2 ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ അർത്ഥത്തിന് നങ്കൂരമിടാനോ മൂല്യത്തിന് പ്രതിഷ്ഠ നൽകാനോ സാധ്യമല്ല. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം മറുഭാഗം അതിനെ അസ്ഥിരമാക്കിക്കൊണ്ടേയിരിക്കും. മഹാഭാരതത്തിൻ്റെ നിഷ്പക്ഷതയും ഈ അപനാമ സ്വഭാവത്തിൽ നിന്ന് വന്നതാണ്. വാസ്തവത്തിൽ മഹാഭാരതം എഴുതിയ വ്യാസൻ ഒട്ടും നിഷ്പക്ഷനല്ല. ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു അധ്യായം മഹർഷിമാരെ പറ്റിയാണ്. മഹർഷിമാർ എന്ന് നമ്മൾ കരുതുമ്പോൾ വളരെ സാത്വികരായ, കാമക്രോധ രാഗദ്വേഷങ്ങളെയൊക്കെ അതിജീവിച്ച വ്യക്തികളായിരുന്നു. പക്ഷേ നാരായണൻ ചൂണ്ടിക്കാണിക്കുന്നത് മഹാഭാരതത്തിൽ ഉടനീളം
ഈ മഹാഭാരതത്തിൻ്റെ തുടക്കം മുതൽ, അതിൻ്റെ ആരംഭകാലം മുതൽ ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന, ഏറ്റവും കഥാസന്ദർഭത്തിൽ ഏറ്റവും നിർണായകമായി പങ്കുവഹിക്കുന്ന ഒരു മഹർഷിമാരാണ്. പക്ഷേ ആ മഹർഷിമാരെല്ലാം നമ്മൾ കരുതുന്ന പോലെ തപോധനന്മാരോ കാമക്രോധ രാഗദ്വേഷങ്ങളില്ലാത്തവരോ അല്ല. അമിതമായ പ്രണയത്തിലും കാമത്തിലും പരസ്ത്രീ മോഹത്തിലും ഒക്കെ കുടുങ്ങിയ മനുഷ്യരാണ്. അത് പരാശരൻ, വേദവ്യാസൻ്റെ അച്ഛനായ പരാശരൻ മുതൽ പരാശരനും വേദവ്യാസനും മറ്റൊരുപാട് വിശ്വാമിത്രനും ഒക്കെ പല സന്യാസിമാരും അവരുടെ ഭൗതികമായിട്ടുള്ള സാധാരണ മനുഷ്യ സഹജമായ എല്ലാ ദൗർബല്യങ്ങളും നേരത്തെ കഥാപാത്രങ്ങളെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഉൾക്കൊണ്ട ഒന്നാണ്. വാസ്തവത്തിൽ മഹാഭാരതം എഴുതിയ വ്യാസൻ ഒട്ടും നിഷ്പക്ഷനല്ല. അദ്ദേഹം പാണ്ഡവപക്ഷത്ത് നിൽക്കുന്നയാളും കഥയിൽ ഇടപെട്ട് അവരെ സഹായിക്കുന്നയാളും അവരുടെ ഭാഗത്താണ് ശരിയെന്ന് വിശ്വസിക്കുന്നയാളുമാണ്. എന്നാൽ വ്യാസപ്രക്രിയ എന്ന് നാം വിശേഷിപ്പിച്ച ചരിത്രപരമായ വികാസത്തിലൂടെ രൂപം പ്രാപിച്ച മഹാഭാരതമാകട്ടെ വലിയ ഒരു വിപരീത പാഠ ചേരുവയുടെ ഫലമായി കഥാകൃത്തായ വ്യാസൻ എന്ന വ്യക്തിയുടെ ഇംഗിതത്തെ മറികടന്നുകൊണ്ട് പാണ്ഡവരിലോ കൗരവരിലോ ശരിത്വം ഉറപ്പിക്കാതെ, ബ്രാഹ്മണ മതത്തിലോ ബൗദ്ധ ദർശനത്തിലോ നങ്കൂരമിടാതെ, വീരത്തിലോ ശോകത്തിലോ വിശ്വാസം പ്രഖ്യാപിക്കാതെ, ജീവിതത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന വീക്ഷണഭേദങ്ങളുടെ ഒരു സഹോദര ചേരിയിലും പങ്കുപറ്റാതെ, ഒന്നിനെ പുരസ്കരിക്കുമ്പോൾ മറ്റേതിൻ്റെ തിരസ്കരണം നേരിടുന്ന ഒരു വലിയ അപനാമ ഘടനയുടെ രൂപത്തിൽ എപ്പോഴും ഒരു അപൂർണ വിരാമത്തിൽ നിലനിൽക്കുന്നു. ഒരു പങ്കിലും അവസാനത്തെ ചുവടുറപ്പിക്കാതെ, ഒരു ചേരിയിലും അർത്ഥവിശ്രാന്തി കാണാതെ, ക്ലോഷർ ഇല്ലാതെ അങ്ങനെയുള്ള കൃതി വിരാമത്തിലല്ല, തുറസ്സിലും തുടർച്ചയിലുമാണ് നീങ്ങുന്നത്. മഹാഭാരതം കഥ അവസാനിച്ചിട്ടില്ല. 1000 ആണ്ടുകൂടി അതിന് ഇനിയും ജീവിക്കാനുണ്ട്. മാറിയും മറിഞ്ഞും അനേകം ഭാഷകളിലൂടെ, അനേകം ദേശങ്ങളിലൂടെ, അനേകം മനസ്സുകളിലൂടെ.